കൊടുവേലിപ്പടി ദേവിവിലാസം NSS കരയോഗം നിർമ്മിച്ച കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം NSS ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് കെ ശ്രീശകുമാർ നിർവഹിച്ചു. എടവനക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് തൊട്ടുചേർന്നുള്ള പുരയിടത്തിലാണ് പുതിയ കരയോഗ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. കൊടുവേലിപ്പടി ദേവിവിലാസം NSS കരയോഗം പുതിയതായി പണികഴിപ്പിച്ച കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം NSS ഡയറക്ടർ ബോർഡ് മെമ്പറും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് കെ ശ്രീശകുമാർ നിർവഹിച്ചു. SNDP സാമുദായിക സംവരണം വേണം എന്ന് പറയുമ്പോൾ നായർ സർവീസ് സൊസൈറ്റി സാമ്പത്തിക സംവരണം വേണമെന്ന് പറയുന്നു. അത് യോജിച്ചു പോകുവാൻ സാധിക്കുമോ എന്നതാണ് പ്രധാനമായും എല്ലാവരുടെയും സംശയം. ഇപ്പോഴത്തെ അവസ്ഥയിൽ 50% സാമുദായിക സംവരണമുണ്ട്, 10% സാമ്പത്തിക സംവരണവുമുണ്ട്. ഈ സംവരണം കൊണ്ട് ജോലി സാധ്യതയിൽ അത്ര വലിയ വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളതാണ്. സംവരണം മൂലം നമുക്ക് ആർക്കും ഒരു ജോലിയും കിട്ടാത്ത അവസ്ഥ ഉണ്ടാവില്ലേ എന്ന് അതിനെപ്പറ്റി നായർ സർവീസ് സൊസൈറ്റി വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നത് 100%, അതായത് 100% വർക്കിംഗ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്ന സ്വയം തൊഴിലോ അല്ലെങ്കിൽ പ്രൊഫഷനോ അല്ലാതെ ജോലിക്ക് പോകുന്ന ക്ലാസ് പൂർണ്ണമായും നമ്മൾ എടുത്താൽ ആ ക്ലാസ്സിൽ 6% മാത്രമാണ് കേരള ഗവൺമെന്റ് സർവീസിലും സെൻട്രൽ ഗവൺമെന്റ് സർവീസിലുമായി പോകുന്നത്. 6%. അതുപോലെ തന്നെ 4% മാത്രമാണ് പബ്ലിക് സെക്ടർ ജോബ്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ വർക്കിംഗ് ക്ലാസിന്റെ 10% മാത്രമേ സംവരണമാകുകയുള്ളൂ. ബാക്കി 90%ലും ഓപ്പൺ മെറിറ്റാണ്. അപ്പം നമ്മളുടെ കുട്ടികൾക്ക് എന്തുകൊണ്ട് അതിൽ കയറിക്കൂടാൻ പറ്റില്ല? സാമ്പത്തിക സംവരണവും സാമുദായിക സംവരണവും ഒരു സ്റ്റാഗ്നേഷനിൽ വന്ന് നിൽക്കുകയാണ്. അതിൽ വലിയ മാറ്റമൊന്നും പെട്ടെന്നുണ്ടാവാൻ സാധിക്കില്ല. അതിനുവേണ്ടിയുള്ള കേസുകളൊന്നും ആരും പിൻവലിക്കുന്നില്ല. ആ കേസുകളൊക്കെ ഇവിടെ നിലനിൽപ്പുണ്ട്. കരയോഗം പ്രസിഡന്റ് VN മണി അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ പ്രബല ഹിന്ദു സമുദായ സംഘടനകളായ NSSഉം SNDPയും തമ്മിൽ രൂപപ്പെട്ട ഐക്യ ആഹ്വാനത്തിൽ നിന്നും NSS ഔദ്യോഗികമായി പിന്മാറിയ സാഹചര്യത്തിൽ NSS ഉയർത്തുന്ന ആശയങ്ങളെക്കുറിച്ചും സംവരണ കാര്യത്തിൽ NSS കേന്ദ്ര നേതൃത്വത്തിന്റെ ഔദ്യോഗിക നിലപാടുകളെക്കുറിച്ചും അഡ്വക്കേറ്റ് ശ്രീശകുമാർ ചടങ്ങിൽ വിശദീകരിച്ചു. ചടങ്ങിൽ കരയോഗ യൂണിയൻ വൈസ് പ്രസിഡന്റ് CS രാധാകൃഷ്ണൻ, യൂണിയൻ സെക്രട്ടറി K രാജഗോപാലൻ, മേഖലാ കൺവീനർ PC ജയപ്രകാശ്, ഒക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജിയോ ബേബി, NSS പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് പ്രഭാകർ, വനിതാ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രേഖ C നായർ, പവിഴം ഗ്രൂപ്പ് ചെയർമാൻ NP ജോർജ്, കരയോഗം സെക്രട്ടറി PN സന്ദീപ്, ട്രഷറർ KK ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.